തമിഴ്നാട് പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പൊന്മുത്തു നഗറിലെ അശ്വികയാണ് കൊല്ലപ്പെട്ടത്. ഉദുമൽപേട്ട റോഡ് സ്വദേശിയായ പ്രവീൺ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ കഴുത്തിനും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അജിത് ബാബു നമുക്കൊപ്പമുണ്ട്. അജിത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, ഈ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിത. ഇത്തരത്തിൽ ഈ അശ്വിതയുടെ വീടിന് സമീപത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 5 വർഷത്തോളം ഇത്തരത്തിൽ ഇയാൾ താമസിച്ചിരുന്നു. അന്ന് ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഇത്തരത്തിൽ നമ്പരൊക്കെ കൈമാറിയിരുന്നു. ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പ്രവീൺ ഇവിടുന്ന് ഇയാൾ താമസം മാറിപ്പോകുകയും മറ്റൊരു സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നീടാണ് നിരന്തരം ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് ഉൾപ്പെടെ ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടി ഇത് നിരസിച്ചതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രകോപനമാണ് ഇയാൾക്കുണ്ടായത്. പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പങ്കുവെച്ച ഈ പെൺകുട്ടിയുടെ സ്റ്റോറി, സുഹൃത്തുക്കൾക്കൊപ്പം പങ്കുവെച്ചൊരു സ്റ്റോറി കണ്ടിട്ടാണ് ഇയാൾ പ്രകോപത്തിനായി ഇത്തരത്തിൽ ഈ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. അതായത് പോലീസ് പറയുന്നതനുസരിച്ച് നെഞ്ചിലും കഴുത്തിലും ഉൾപ്പെടെ കുത്തേറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പരിക്കാണ് ഈ കുട്ടിക്കുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇയാൾ തന്നെ സ്വന്തമായി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിനിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സ്നേഹമെന്നത് സ്നേഹിക്കുന്ന ആളുകളെ കൊലപ്പെടുത്താനും ഇല്ലാതാക്കാനും തോന്നുന്ന മനോഭാവത്തെ ശരിക്കും സ്നേഹമെന്ന് വിളിക്കാൻ കഴിയുമോ എന്നുള്ളത് എല്ലാ കാലത്തുമുള്ള ചോദ്യമാണ്. സ്നേഹിക്കുന്ന ഒരാളെ കൊല്ലാൻ കഴിയുമെങ്കിൽ അതൊരു സ്നേഹമാണോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ഏതാണെങ്കിലും 19 വയസ്സ് മാത്രം പ്രായമുള്ള, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിക്കാണ് പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് അതുമാത്രമല്ല ഈ പ്രണയാഭ്യർത്ഥന നടത്തി അത് നിരസിച്ചതിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് ലോകത്തെവിടെയാണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. വളരെ ഉറപ്പായും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് മലയാളി പെൺകുട്ടി എന്ന വിധത്തിൽ മാത്രമല്ല, ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരവസ്ഥ കൂടിയാണ്. അതുകൊണ്ടാണ് അജിത്ത് പറഞ്ഞതുപോലെ പ്രണയപ്പക എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാനാവാത്തത്. കാരണം പ്രണയത്തിൽ പക ഉണ്ടാകുന്നില്ല. തമിഴ്നാട് പൊള്ളാച്ചിയിലാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ തമിഴ് യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.